ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് ഈസി ആയിട്ട് വായിലിട്ടല്ല അലിഞ്ഞു പോകുന്ന നമ്മുടെ ഈസി പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, കാരമൽ പുഡിംഗ് ആയിട്ട്. അപ്പോൾ ഈസിയാണ്, ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനൊരു 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ലേസായിട്ട് എടുക്കുകയാണ്. അപ്പം നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കണം. ഇതിനായിട്ട് നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇതൊക്കെ നിറം മാറി ബ്രൗൺ കളറായി വരണം. ഇപ്പോൾ തന്നെ ഏകദേശം ബ്രൗൺ കളറായി വന്നപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം തന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്ത്, അത് ഓപ്ഷണലാണ്, പഞ്ചസാര മാത്രം കാരമലൈസ് ചെയ്താൽ മതി. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ടേസ്റ്റിന് വേണ്ടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെടുത്തതാ ഇതുപോലെ ആയതിനു ശേഷം ഒരു കേക്ക് ടിന്ന് അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഈ പാത്രത്തിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അല്ല പുറത്ത് തന്നെ വെച്ചാൽ കുറച്ച് സമയം വെച്ചാലും മതി, പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും. ഇനി പെട്ടെന്ന് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെച്ച് ജസ്റ്റ് 5 മിനിറ്റ് വെച്ചൊന്ന് തിരിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് പുഡിങ്ങിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് എടുത്തിട്ടുള്ളത് 2 കപ്പ് പാലും 2 കോഴിമുട്ട, 4 സ്ലൈസ് ബ്രെഡ്, ഇത്ര മാത്രം മതി. അതിന് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് 2 കപ്പ് പാൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ, കൂടാതെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ തന്നെ ഞാൻ 2 കപ്പ് പാലിലേക്ക് 4 സ്ലൈസ് ബ്രെഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തു. ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരല്പം ഒരു 2.5 ടേബിൾ സ്പൂണോളം തന്നെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം നമ്മുടെ വാനില എസൻസില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു വലിയ തരിപ്പല്ലേ കണ്ണിയുള്ള, അതിൽ ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പുഡിങ്ങിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം തങ്ങ് മാറ്റി വെക്കാം. ഇനിതാ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ ടിൻ പോട്ടിൽ ഇതിലേക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് വെച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് ഫോർക്ക് വെച്ചിട്ടോ പപ്പടക്കോല് വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് കുഞ്ഞു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സെറ്റായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ പാത്രത്തിൽ വെച്ച് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം തരികയോ പാത്രമോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഒരു 45-50 മിനിറ്റോളം ഇതുപോലെ വേവിച്ചെടുക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. നമ്മളെ കാരമൽ പുഡിംഗ് റെഡി. ഈസിയാണ്, ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ പുഡിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അസ്നാ സക്കീർ.